ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. സോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഞാൻ ആകെ 2 വീഡിയോ ആണ് ലോങ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗെറ്റ് റെഡി വിത്ത് മീ, സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഓച്ചറയിൽ പോയി. അങ്ങനെ 2 വീഡിയോസായിട്ടാണ് ഇട്ടത്. അപ്പോൾ ഞാൻ വെച്ച് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ കുക്കിംഗ് വീഡിയോയുടെ നമ്മുടെ ഫുഡെന്ന് പറയുന്നത് കൊഞ്ചും മാങ്ങ, ഉണക്ക കൊഞ്ചും മാങ്ങയും കൂടെ പറ്റിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത്. ഈ കൊഞ്ചും മാങ്ങയുടെ പുറകിൽ ഒരു കഥയുണ്ട്. എന്താണെന്നറിയണ്ടേ? ഇപ്പം പറയാം. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അതിപ്രശസ്തമായ ഓണാട്ടുകരയിലെ കുംഭഭരണി മഹോത്സവത്തിലുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നത്. ഈ കൊഞ്ചുമാങ്ങയുടെ പുറകിൽ ഒരു കഥയുണ്ട്. കാരണം അവർ ഇന്നും ഉത്സവം വരുമ്പോൾ വെച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നത്. ഈ കൊഞ്ചുമാങ്ങ അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ നമ്മുടെ ചെട്ടികുളങ്ങര അമ്പലത്തിൽ കുംഭഭരണി മഹോത്സവം നടക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലൊരമ്മ കൊഞ്ചുമാങ്ങ അടുപ്പത്ത് വെച്ചപ്പോഴാണ് അമ്മയുടെ എഴുന്നള്ളിപ്പ് വരവേൽപ്പായത്. അപ്പോൾ അമ്മയ്ക്ക് അത് കാണാണ്ടിരിക്കാൻ വയ്യ. അപ്പം അമ്മ ഇങ്ങനെ ആലോചിച്ചു, ഭഗവാനെ അടുപ്പിൽ കൊഞ്ചും മാങ്ങായും ഇരിക്കുന്നു, പിന്നെ എഴുന്നള്ളിപ്പും വരുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ധർമ്മസങ്കടത്തിലായിപ്പോയി അമ്മയ്ക്കാണെങ്കിൽ എഴുന്നള്ളിപ്പ് കാണാണ്ടിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ അമ്മ ദേവിയോട് പറഞ്ഞു, അമ്മേ ഞാൻ നിന്നിൽ അർപ്പിച്ചിട്ട് പോവുകയാണ്, നീ കാത്തോണേ എൻ്റെ കൊഞ്ചും മാങ്ങ എന്ന് പറഞ്ഞ് അമ്മ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ എഴുന്നള്ളിപ്പൊക്കെ കണ്ട് ഉത്സവമൊക്കെ കണ്ട് സാവധാനം അമ്മ നടന്നു വന്നപ്പോഴാണ് അമ്മ ഓർത്തത്, അയ്യോ അടുപ്പിൽ എൻ്റെ കൊഞ്ചും മാങ്ങയിരിക്കുന്നു, എന്ത് പറ്റി ഭഗവാനെ, അത് കരിഞ്ഞു പോയോ? അമ്മ ഭയങ്കര വെപ്രാളത്തോട് ഓടി വന്ന് വീട്ടിൽ നോക്കുമ്പം ആ അടുപ്പയിൽ ആ കൊഞ്ചും മാങ്ങ അതുപോലെ എന്ന് വെച്ചാൽ ആ പാകത്തിന് വെന്ത് ഇറക്കി വെച്ചിട്ട് ഇല കൊണ്ട് മൂടിയിട്ട് അതിൽ കുറച്ച് പുഷ്പങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുന്നു. അപ്പോൾ അമ്മ ഞെട്ടിപ്പോയി, ഭഗവാനെ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് പോയത് ഇത്രയും പാകത്തിനെടുത്ത് ആരാണ് താഴ്ത്തി വെച്ചിട്ട് അതിന് കുറച്ച് പുഷ്പങ്ങൾ ഇട്ടു. അങ്ങനെ അമ്മ ചിന്തിച്ചു. അപ്പോഴാണ് അമ്മ ഓർത്തത്, അമ്മ പ്രാർത്ഥിച്ച് ദേവിയെ ഏൽപ്പിച്ചിട്ട്, അപ്പം ദേവി വന്നിട്ട് ദേവിയെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയേ എന്ന് ആ അമ്മ ചിന്തിച്ചു. അപ്പോൾ അന്ന് മുതൽ അവർ ചിന്തിക്കുന്നത് ആ ദേവിയുടെ ആ വിളിച്ച് പ്രാർത്ഥിച്ച് ദേവി വന്ന് അവർക്ക് ആ പ്രസാദമായിട്ട് അത് നൽകിയതെന്നാണ് അവരന്ന് മുതൽ അത് വിചാരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെയും കുംഭഭരണി മഹോത്സവത്തിലെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഈ ഒരു പ്രധാന വിഭവമാണ് ഈ കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ആ കൊഞ്ചും മാങ്ങയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ അത് വെച്ച് നോക്കുക, കഴിക്കുക. അപ്പം നമുക്ക് നേരെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത് നമുക്ക് കൊഞ്ചു മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 2 മാങ്ങ നീളത്തിലരിഞ്ഞ് വെച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില, ആവശ്യത്തിനുള്ള കറിവേപ്പില, അതുപോലെ തന്നെ കൊച്ചുള്ളി, ഒരു 10 അല്ലി കൊച്ചുള്ളി, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ മുരിങ്ങക്കായും കൂടെ ഇടാമെന്ന് വെച്ച് ഒരു മുരിങ്ങക്ക നീളത്തിലരിഞ്ഞതും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങയില്ലേ, അരമുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചതും അതിനകത്ത് ചതയ്ക്കാൻ വേണ്ടി കുറച്ച് കൊച്ചുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് കൊഞ്ച്, ഉണക്ക കൊഞ്ച് വറുത്ത് പൊടിച്ച് അത് നമ്മുടെ ചപ്പാത്തി പലകയിൽ ഒന്ന് ഒതുക്കിയെടുത്ത് കൊമ്പും വാലും ഒക്കെ കളഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിന്നെ ഉണക്ക ചെമ്മീനാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്. കടകളിലല്ലാതെ മേടിക്കാൻ കിട്ടും. നമ്മൾ പാക്കറ്റ് മേടിച്ചിട്ട് അത് വറുത്ത് അതിൻ്റെ കൊമ്പും തലയും അഴുക്കും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണ് ഈ ഉണക്ക കൊഞ്ച്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ഉണക്കക്കൊഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തേങ്ങ ചതയ്ക്കാനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട്, 2 മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കൊച്ചുള്ളി, അപ്പോൾ കൊച്ചുള്ളി എല്ലാം കൂടെ ചതച്ച് തേങ്ങയെ ഇട്ട് മിക്സിയിലിട്ട് ചതച്ചതാണ് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ അത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളൊരു മൺചട്ടി, എപ്പോഴും കൊഞ്ചുമാങ്ങ മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും രസം, ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം മൺചട്ടിയിൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു, എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു. ഇതടുത്ത് നമ്മൾ കടുകിട്ടു. കടുക് നമ്മൾ ഇച്ചിരി നേരത്തെ ഇട്ട് പോയി മക്കളെ. പിന്നെ കടുക് പൊട്ടുന്നിടം വരെ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പം പൊട്ടും നമ്മളുടെ കടുക്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴട്ട് വേണം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. അതിനകത്തോട്ട് നമ്മുടെ കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒഴിച്ചാൽ ഉപ്പൂടെ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൊച്ചുള്ളി അങ്ങനെ ഇളക്കി കൊടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് പലരും പല രീതിയിലാണ് ചേർക്കുന്നത്. ചിലർ ഉലുവപ്പൊടിയൊക്കെ ചേർക്കും, നമ്മൾ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉലുവപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു എന്താ പറയുന്നത് ഫ്ലേവറാണ്. നമ്മൾ ഉലുവപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അതിനകത്തോട്ട്. അപ്പം നമ്മുടെ 2 കൊച്ചുള്ളി അതിനകത്ത് ഇങ്ങനെ വഴണ്ട് വരുവാണ്. പിന്നെ അതിന് ശേഷം മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു. മുരിങ്ങക്കായ ഇട്ടിട്ട് കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. ഒപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് പിന്നെ കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത്, പിന്നെ മുരിങ്ങയ്ക്ക പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണല്ലോ.
അപ്പോൾ പിന്നെ അതിനധികം സമയം വേണ്ടല്ലോ. അപ്പോൾ കൊച്ചുള്ളിയും കറിവേപ്പിലയും മുരിങ്ങയ്ക്കായൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. പിന്നെ വെള്ളം ശകലം ഒഴിച്ച് നമ്മൾ വേവിക്കുമ്പോൾ പിന്നെ അത് അതിനകത്ത് വഴണ്ട് വരുമല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കൊച്ചുള്ളിക്കകത്തിട്ടിട്ട് എന്താ കറിവേപ്പിലയും മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് മൂപ്പിക്കുവാണ്. പിന്നെ പലരും പല രീതിയിലാണ് വെക്കുന്നത്. നമ്മളിപ്പോൾ ഇച്ചിരി ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ആ ഒരു രീതിയിലാണ് ഇവിടെ വെക്കുന്നത്. മൺചട്ടി വെക്കണം കേട്ടോ, വെക്കുവാണെങ്കിൽ കൊഞ്ചുമാങ്ങ നല്ല ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും സത്യം പറഞ്ഞാൽ വരത്തില്ല. നമ്മൾ ഈ മൺചട്ടി വെക്കുന്ന പോലൊരു ടേസ്റ്റ് വേറെ ഒന്നി വെച്ചാലും ഈ കൊഞ്ചുമാങ്ങ വരത്തില്ല. അതിന് ആ ചൂട് പാറി വരുമ്പോഴൊരു മണമുണ്ട്, എൻ്റെ സാറേ ഒന്നും പറയണ്ട. എനിക്ക് പക്ഷേ ആദ്യമൊന്നും ഇത് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഉണക്കക്കൊഞ്ച് പൊതുവെ ഇഷ്ടമല്ല, പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ച കൊഞ്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുവാണ്. ആ കൊഞ്ചും അതിൻ്റെ കൂട്ടത്തിലിട്ട് കൊച്ചുള്ളിയും പിന്നെ മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ എല്ലാം ഇട്ട് വഴറ്റി പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്ത്. മാങ്ങ പിന്നെ പെട്ടെന്ന് മുരിങ്ങയ്ക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന സാധനമാണല്ലോ, അതിനധികം സമയം വേണ്ട. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു. തേങ്ങായും കൊച്ചുള്ളിയും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ അര സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് ചതച്ച് വെച്ച അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പാകത്തിനുള്ള ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ബാക്കിയെല്ലാം പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി നന്നായിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് നന്നായിട്ട് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം, ഇത് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം മാത്രം മതി. എന്ന് വെച്ചാൽ അതിനൊരു ഒരു ഒരു കണക്കുണ്ടല്ലോ, അതൊന്ന് വേവണം, അതൊന്ന് വെന്ത് കിട്ടുന്നിടം വരെ ഉള്ള വെള്ളം മാത്രം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇതെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഇത് മൂടി വെക്കും. ഒരു 10-15 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കത് അടച്ച് വെക്കാം. അപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ തുറന്ന് നോക്കുവാണേ. തുറന്ന് നോക്കുമ്പോൾ തന്നെ അതെല്ലാം ആ വെള്ളമെല്ലാം പറ്റി മുരിങ്ങയ്ക്കായും മാങ്ങായും ഒക്കെ വെന്ത് കൊഞ്ചൊക്കെ വെന്തതാ നമ്മുടെ കൊഞ്ച് മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൽ ചേർത്തത് അര സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു പാകത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമ്മൾ ശകലം ഉലുവപ്പൊടിയും കൂടി ഇതിനകത്ത് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കറിവേപ്പിലയൊക്കെ ഒരു ഭംഗിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കി കഴിക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനോടൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ഊണാട്ടുകരയിലെ കുംഭഭരണി മഹോത്സവത്തിലെ ഏറ്റവും പ്രധാന വിഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.